നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇപ്പോൾ കേരളത്തിനും തമിഴ്നാടിനും ശരിക്കും നമുക്ക് വളരെ അടുത്താണ്. ഈ ശ്രീലങ്കയിൽ നിന്ന് അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത, ശ്രീലങ്ക ചുവന്നു എന്നാണ്. ശ്രീലങ്ക എങ്ങനെ ചുവന്നു, എപ്പോൾ ചുവന്നു, ആര് ചുവപ്പിച്ചു, എന്താ മാഷിന് പറയാനുള്ളത്? കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി തമാശയാണത്. ഒരു മല്ലു ജോക്ക് എന്നൊക്കെ പറയാം. ശ്രീലങ്ക ചുവന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ സെപ്റ്റംബറിൽ അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. അപ്പോൾ അതിൽ ഈ ദിസനായകയെ ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹം പ്രേമദാസയെ, തൊട്ടടുത്ത എതിരാളിയെ തോൽപ്പിച്ചു. അദ്ദേഹം പ്രസിഡൻ്റായി. ഈ ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് നമ്മളെ ഇന്ത്യയെ പോലെയല്ല, വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവിടുത്തെ ജനാധിപത്യമുണ്ട്. ഓരോ ജനാധിപത്യത്തിലെ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്. ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് കുറെ കൂടി വ്യത്യസ്തമാണ്. പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പിന്നെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുക. ഇനി പാർലമെന്റിനും ഉണ്ട് പ്രത്യേകത. പാർലമെന്റ് അവിടെ 225 അംഗങ്ങളാണ് പാർലമെന്റിൽ. അതിൽ 196 ആളുകളെ തെരഞ്ഞെടുക്കണം. 225 അംഗ പാർലമെന്റിലേക്ക് 196 ആളുകളെ തെരഞ്ഞെടുക്കണം. അതിൽ ബാക്കി 29 പേരുണ്ടാവും. ആ 29 പേരെ തെരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? നോമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ നോമിനേഷൻ അല്ല. നമ്മൾ രാജ്യസഭയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ആരാണോ ഭരണകക്ഷി അവർക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കല്ലേ ചെയ്യുക. അവിടുത്തെ നോമിനേഷൻ അങ്ങനെയല്ല. അത് വളരെ റെപ്രസെൻറ്റേറ്റീവ് ആയൊരു ജനാധിപത്യമാണ്. അതായത് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ പാർട്ടികൾക്കും കിട്ടിയ വോട്ടിനനുസരിച്ച് ഈ 29 സീറ്റുകൾ വീതം വെച്ച് കൊടുക്കും. വോട്ട് പേഴ്സൻറ്റേജിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ മത്സരിച്ച എല്ലാവർക്കും പാർലമെന്റിൽ പ്രാതിനിധ്യം കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 51 ആളുകൾ, ഇപ്പോൾ 100 പേരുള്ള ഒരു മണ്ഡലത്തിൽ 51 വോട്ട് കിട്ടിയവൻ മാത്രമല്ലേ ജയിക്കുള്ളൂ. 49കാരന് ഒരു പ്രാതിനിധ്യം ഉണ്ടാവില്ല. അവനെ കൂടി പരിഗണിക്കുന്ന, തോറ്റവനെ കൂടി പരിഗണിക്കുന്ന ഒരു ജനാധിപത്യമാണ് ശ്രീലങ്കൻ ഇലക്ഷൻ. അതുകൊണ്ട് 196 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട MP-മാരും 29 പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരുമാണ്. പക്ഷേ ദിസനായകയുടെ പാർട്ടി JVP ആണ്, ജനതാ വിമുക്തി പെരുമന, പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. പെരുമന എന്ന് വെച്ചാൽ ശ്രീലങ്കൻ ഭാഷയാണല്ലോ, സിംഹള ഭാഷയാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഈ ചോപ്പ് വന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഈ ദിസനായകയെ വന്നത് തൊട്ടാണ്. ദിസനായകയുടെ പാർട്ടി ഈ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ടാണ്. പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് എന്ന പാർട്ടിക്ക് അതിൻ്റെ ഭൂതകാലത്തിൽ പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ കടുത്ത തീവ്രവാദ പ്രസ്ഥാനമായിരുന്നു അത്. ഈ അതിൻ്റെ സ്ഥാപകൻ പഴയ വിജയവീര എന്ന് പറയുന്നൊരു നായകനാണ്. തമിഴ് മീൻസ് ഇവരുടെ സിംഹള നായകനായിരുന്നു വിജയവീര. വിജയവീര രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. 1959 മുതൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്. അദ്ദേഹത്തിന് അങ്ങനെ പാരമ്പര്യമുണ്ട്. 59 മുതൽ അദ്ദേഹം ഏതുവരെ എന്നറിയോ? 68 വരെ. 1968 ലോക കമ്മ്യൂണിസ്റ്റ് 64 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നല്ലോ. ഏതാണ്ട് അതേ കാലത്ത് തന്നെ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആശയപരമായ പോരാട്ടം തുടങ്ങി. ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കൽക്കത്ത തീസീസ് പോലെ സായുധ കലാപം വേണം. ഈ സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തെ ഭരണകൂടം പിടിച്ചെടുക്കണം. ഈ അനിഹിലേഷൻ തിയറി ഉണ്ടല്ലോ, ഉന്മൂലന സിദ്ധാന്തം, അത് നടപ്പാക്കണമെന്ന് വാദിച്ച തീവ്രവാദി ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു അന്ന് ഈ ദിസനായക ഇദ്ദേഹം, ഈ വിജയവീര. അതിൻ്റെ പേരിൽ തന്നെ ആശയപരമായ സമരം നടന്നു. 68 അദ്ദേഹത്തെയും കൂട്ടരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം പോയി ഉണ്ടാക്കിയ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ 68 അദ്ദേഹം പോയി ഉണ്ടാക്കിയ പാർട്ടി JVP. അല്ല, അതാണ് JVP. അന്ന് വിജയവീര ഉണ്ടാക്കിയ പാർട്ടിയാണ് JVP. അന്ന് മുതൽ എന്തായിരുന്നു പണി എന്നറിയോ? നക്സൽ പ്രവർത്തനം. നമ്മുടെ നാട്ടിൽ നക്സൽ പ്രവർത്തനം, തീവ്രമായ ഈ ഉന്മൂലന സിദ്ധാന്തം, അട്ടിമറി, സായുധമായ പരിശീലനം, ഗറില്ല വാർ, അതൊക്കെ തുടങ്ങിയത് അദ്ദേഹമാണ്. ആ പാർട്ടിയുടെ പേരാണ് JVP. അത് ശരിയാണ്. JVP പിന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഭരണകൂട വിരുദ്ധമായ വലിയ കലാപങ്ങളും അട്ടിമറികളും രക്തച്ചൊരിച്ചിലുമാണ്. 68 പാർട്ടി ആവശ്യമായ ഒരു 2-3 കൊല്ലത്തെ ഒരുക്കത്തിന് ശേഷം 71 അവിടെ വലിയ വിപ്ലവം അട്ടിമറി നടത്തി. പക്ഷേ തോറ്റുപോയി. ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് അടിച്ചമർത്തി. രണ്ടാമത്തെ അട്ടിമറി പ്രവർത്തനം നടത്തുന്നത് ഈ 87 എളുപ്പമായിരുന്നില്ല. ഇവരും വമ്പൻ ശക്തിയായിരുന്നു. മാത്രമല്ല ലഭ്യമായ എല്ലാ വൈദേശിക സഹായവും ഈവൻ
ഈ സോവിയറ്റ് യൂണിയൻ, ചൈന തുടങ്ങിയ വിദേശ രാജ്യങ്ങളുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് അവർ വിപ്ലവം നടത്തിയത് 87 മുതൽ 89 വരെ. പക്ഷേ എന്നിട്ടും ശ്രീലങ്കൻ ഭരണകൂടം അതിനെ അടിച്ചമർത്തി 2 കൊല്ലം നീണ്ടു വന്നു. പക്ഷേ 89 ആയപ്പോഴേക്ക് ഈ പാർട്ടി ക്ഷീണിച്ചുപോയി, തോറ്റുപോയി, ഭീകരമായിട്ട് വേട്ടയാടപ്പെട്ടു, തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയാം. സ്വാഭാവികമാണല്ലോ, അതുകൊണ്ട് പക്ഷെ ആ കലാപത്തിലാണ് യുവരക്തവുമായിട്ട് ഇദ്ദേഹം വന്നത്, ദിസനായക ചെറുപ്പക്കാരൻ ഉയർന്നു വരുന്നത്. അപ്പോൾ ആ കലാപം കഴിഞ്ഞപ്പോൾ 89 അന്നത്തെ പ്രസിഡന്റ്, ഇതിന്റെ സ്ഥാപക നേതാവ് മരിച്ചു. സ്ഥാപക നേതാവ് മരിച്ചപ്പോൾ പിന്നെ വിജയവീര മരിച്ചു. പിന്നെ അത് എന്താണ്, നരസിംഹ, അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ, ഈ 89 വിജയവീര മരിച്ചപ്പോൾ അമരസിംഹ പാർട്ടി പ്രസിഡന്റ്, വിജയവീര മരിച്ചപ്പോൾ അമരസിംഹ പ്രസിഡന്റായി 89. ആ കാലത്താണ് 89 കാലത്താണ് ഇദ്ദേഹം വന്നിട്ട്, ഈ ചെറുപ്പക്കാരൻ ആര്, നമ്മുടെ ദിസനായകയെ വന്ന് പ്രസിഡന്റ് അംഗത്വം എടുത്തു, അന്നത്തെ യുവതുർക്കി. പക്ഷേ അന്നത്തോടുകൂടി, അത് ഏതാ കൊല്ലം എന്നറിയോ, 89 കഴിഞ്ഞ് 90 90 ആയപ്പോൾ പുതിയ പാർട്ടി ഒരു തീരുമാനമെടുത്തു. ഇനി ആഗോള തീവ്രവാദ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ അഹിംസാത്മകമായ മാർഗത്തിൽ, ജനാധിപത്യപരമായ മാർഗത്തിൽ പോരാടുന്ന, മുന്നോട്ട് പോകുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാവുമെന്ന് പ്രഖ്യാപിച്ചു. അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളായി അവരുടെ അതായത് 100% നയവ്യതിയാനം വരുത്തി. 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിൽ ഒന്നുപോലും അവരുടെ ഇന്നത്തെ അജണ്ടയിലില്ല. 90 മുതൽ 90 ഇദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി. 2000 ആയപ്പോൾ ആ യുവ നേതാവിനെ നാട്ടുകാർക്കും ഇഷ്ടമായി, എതിരാളികളും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തുടങ്ങി. 2000 അദ്ദേഹം പാർലമെന്റ് അംഗമായി. 2000 പാർലമെന്റ് അംഗമായി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ 2005 അദ്ദേഹം JVPയുടെ ജനറൽ സെക്രട്ടറി ആയി. അദ്ദേഹത്തിന്റെ കയ്യിലായി പാർട്ടി അദ്ദേഹത്തിന്റെ കയ്യിലായി. 2015 അദ്ദേഹം, അത് 2000 മുതൽ തുടർച്ചയായിട്ട് MP ആണ്. 2015 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2015 മുതൽ 18 വരെ പ്രതിപക്ഷ നേതാവായ കാലത്താണ് ശ്രീലങ്കയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായി. 2017 ആ വർഷം എനിക്ക് തോന്നുന്നു. 2017 ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ ഓഫ് ദി ഇയർ ആയിട്ട് ആഗോളതലത്തിൽ തന്നെ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ സ്വീകാര്യനായ ഒരാളായിട്ട്, ദേശീയ നേതാവായിട്ട് ഇദ്ദേഹം വളർന്നു. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. മൗലികമായി രാജ്യത്ത് ജനകീയമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിച്ചു. ഒന്നെന്താണെന്നറിയോ, ആ 2017 ഇന്ത്യയിൽ ഇന്ന് മഹത്തായ വിപ്ലവം എന്ന് നമ്മൾ വിളിക്കുന്ന വിവരാവകാശം ഉണ്ടല്ലോ, ശ്രീലങ്കയിൽ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ നടത്തിയ അതുപോലെ നീക്കങ്ങളുടെ ഫലമായിട്ടാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് പരിഷ്കരിച്ചു. ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ലാത്ത ഞാൻ പറഞ്ഞില്ലേ, ശ്രീലങ്കൻ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഘടനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ കാലത്താണ്. അതുപോലെ തന്നെയാണ് ആരോഗ്യം സമ്പൂർണമായും സൗജന്യമായി കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് കൊണ്ടുവന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇദ്ദേഹം ഹീറോ ആയിട്ട് മാറി. ഇതാണ് ദിസനായകയുടെ ഒരു ചരിത്രം. ഇതിലെവിടെയാണ് ചുവപ്പ്, എവിടെയാണ് കമ്മ്യൂണിസം ഉള്ളത്? ആ ദിസനായകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ, തീർച്ചയായിട്ടും അവിടെ വലിയ ഇഷ്യൂസ് ഉണ്ടായി, ഓർമ്മയില്ലേ? കഴിഞ്ഞ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു, പള്ളിയിൽ സ്ഫോടനം നടന്നു, ചൈനയുടെ ഈ ഇടപെടലുകൾ, എന്നിട്ട് ചൈനയെ അവിടുന്ന് ഒഴിവാക്കാൻ അവർ പെട്ട പാട്. ചൈനയുടെ ഇടപെടൽ ഉണ്ടാക്കിയ കടമാണ് ആഗോള രാഷ്ട്രീയത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാപ്പരായി പോയത്. അങ്ങനെയാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം ജനങ്ങൾ വന്ന് വളഞ്ഞത്, പ്രസിഡന്റ് ഒളിച്ചോടി ഓടേണ്ടി വന്നത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് ആരുടെ ഇടപെടൽ കൊണ്ടാണ്? ചൈനയുടെ ഇടപെടൽ കൊണ്ടാണ്. അതിനെ ചെറുത്ത് നിന്നു അന്നും. അതിനെ ചെറുത്ത നേതാവാണ് ദിസനായക. എവിടെയാണ് ചുവപ്പ്? ബേസിക്കലി അദ്ദേഹം ചോപ്പിനെതിരാണ്, രാഷ്ട്രീയമായിട്ട് ചോപ്പിനെതിരാണ്. മാത്രമല്ല, ആ ചോപ്പിനെ നമ്മൾ വിളിക്കേണ്ടത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന, നമ്മൾ പറയുന്ന സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരാണ്. ഇപ്പോൾ വലതുപക്ഷ കൃത്യമായി വലതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇത്രയേ ഉള്ളൂ. സോഷ്യലിസം എന്ന് പറയുന്ന, കോൺഗ്രസിന് പറയുന്ന ഒരു സോഷ്യലിസം ഉണ്ടല്ലോ, നെഹ്റുവിനുണ്ടായിരുന്നല്ലോ. അത് ഇപ്പോൾ ഈ അന്ത്യോദയ, സർവോദയ എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യലിസം ഉണ്ടായിരുന്നു. ഗാന്ധിയനാണത്. ഗാന്ധിയൻ സോഷ്യലിസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ഡെമോക്രാറ്റിക് ആണ്, ബേസിക്കലി ഡെമോക്രാറ്റിക് ആണ്. അതായത് ജനാധിപത്യം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ കേരളത്തിലെ കെ വേണുവിനെ
ആളുകൾ ചോപ്പൻ എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ഇന്ന് ശരിയാവില്ല. അല്ലല്ലോ, അദ്ദേഹം തന്നെ തള്ളിക്കളഞ്ഞതാണ്. എൻ്റെ ജീവിതം മുഴുവൻ പാഴാക്കിയ വഴി തെറ്റായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു നേതാവിൻ്റെ പേരാണ്. അതിന് അദ്ദേഹം കുറെ പഴിയും കേട്ടു. ആ, വലിയ പഴി കേട്ടു. അതുപോലൊരു നേതാവാണ് ദിസനായക. അല്ല, ഒരു കാലത്ത് അദ്ദേഹം ചുവപ്പായിരുന്നു, പക്ഷെ ഇന്ന് അദ്ദേഹം ചുവപ്പല്ല. അദ്ദേഹം ഒരു വെള്ളയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ മാഷേ? അതെ അതെ, ഞാൻ പറയുന്നത് കെ വേണുവിനെ ഒരു ഉദാഹരണം പറഞ്ഞാണ്. കെ വേണു, ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ശ്രീലങ്ക ചുവന്നു എന്ന് പറയുന്നവർ വേണുവിനെ ചുവപ്പൻ നേതാവായിട്ട് അംഗീകരിക്കണം, വിപ്ലവകാരിയായിട്ട് അംഗീകരിക്കണം. ഒരു കാലത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ദിസനായകയ്ക്കുള്ളതിനേക്കാളും വലിയ ചുവപ്പ് ദിസനായകയ്ക്ക് ഒട്ടുമില്ല. ദിസനായക വരുന്നത്, ദിസനായക JVP-യിൽ ചേരുന്നത് 1990-ലാണ്. 90-ലൊരു കാര്യം കൂടിയുണ്ട്. എന്താ കാര്യം എന്നറിയോ? 89-ൽ സോവിയറ്റ് യൂണിയൻ തകർന്നു. ലോകത്തിലെ 160 രാജ്യങ്ങൾ കമ്മ്യൂണിസം ഉപേക്ഷിച്ച് ജനാധിപത്യം സ്വീകരിച്ചു. അതിലൊന്നാണ് ശ്രീലങ്ക. അതിലൊന്നാണ് അന്ന് വന്ന ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മാറ്റത്തെ തുടർന്ന് വന്ന ജനാധിപത്യം സ്വീകരിക്കപ്പെട്ടൊരു പാർട്ടിയാണ് JVP. വേണമെങ്കിൽ ഇപ്പോൾ JVP-യുടെ ചരിത്രം പരിശോധിച്ച് പോയാൽ നക്സൽ പാർട്ടിയാണെന്ന് പറയാം, തീവ്ര വിപ്ലവ പാർട്ടിയാണെന്ന് പറയാം, മാവോയിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാം, ലെനിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാം, ഒക്കെ പറയാം. ഇന്ന് പക്ഷേ അതൊന്നുമല്ല. 90-ന് ശേഷമുള്ള ഒരു പാർട്ടി അതൊന്നുമല്ല. അവർക്കൊരു വലിയ ചേഞ്ചാണ് വന്നത്. വളരെ മാറ്റമാണ്, മൗലികമായ മാറ്റമാണ്. ആയുധമെടുക്കുന്നവരല്ല, അവർ സമാധാന ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് പോരാടുന്നവരാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ഒരു പക്ഷേ ഈ ശ്രീലങ്ക നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ എന്താണെന്നറിയോ? വലിയ ഭൂരിപക്ഷം, അതാണ് ചോദിക്കാൻ വന്ന മാഷ് അത് പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം കൊടുത്തു ജനം. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 225 അംഗങ്ങളുള്ള പാർലമെന്റിൽ ഭരിക്കാൻ 113 മതിയല്ലോ, കേവല ഭൂരിപക്ഷം 113 മതി. പക്ഷേ അദ്ദേഹത്തിന് നോമിനേഷൻ ഒന്നും കൂടാതെ തന്നെ, നോമിനേഷന് കാത്തു നിൽക്കാതെ തന്നെ 159 സീറ്റ് കൊടുത്തു. മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഈ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ് ചൈനയെ എങ്ങനെ നിലക്ക് നിർത്തും എന്നതാണ്. ഞങ്ങളുടെ രാജ്യത്തെ സാമ്പത്തികമായി ചൈനയോട് കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, കൊത്തി തിന്നുകൊണ്ടിരിക്കുന്ന ചൈനീസ് കമ്പോള താല്പര്യങ്ങളെ, മൂലധന താല്പര്യങ്ങളെ ഞാൻ എങ്ങനെ അതിജീവിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. അപ്പോഴും നമ്മൾ അദ്ദേഹത്തെ ചോപ്പൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തെ ലോകം മുഴുക്കെ ചോപ്പൻ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ട്. JVP ജനതാ വിമുക്തി പെരുമനയാണല്ലോ. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു മടുക്കുകയാണ്. ഇനിയുള്ള വിപ്ലവപാത അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയുള്ള വിപ്ലവപാത ഇന്ത്യയിലെ ഗാന്ധിയുടേതാണ്, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിലെ ബുദ്ധൻ്റെതാണ്. ശ്രീലങ്ക സിംഹളന്മാർ ബുദ്ധമതം കൂടിയാണ്. ബുദ്ധനും തീവ്രവാദികളാകാമെന്നാണ് സിംഹള തീവ്രവാദികൾ തെളിയിച്ചത്. പക്ഷേ ഇദ്ദേഹം ആ പാതയിലല്ല, സമാധാനത്തിന്റെ അടുത്ത മീൻസ് തീവ്രവാദികളായിട്ട് ആയുധമേന്തിയിട്ട് തമിഴ് തീവ്രവാദത്തെ നേരിടാൻ ചെന്ന സിംഹള തീവ്രവാദികളുടെ പക്ഷത്തുണ്ടായിരുന്നതും ബുദ്ധന്മാരാണ്. ജന്മം കൊണ്ട് ബുദ്ധന്മാരാണ്, കർമ്മം കൊണ്ട് അത് ബൗദ്ധമതമാണോ എന്നുള്ളത് ആലോചിക്കണം. പക്ഷേ വ്യത്യാസമുണ്ട്. നമുക്ക് ഇദ്ദേഹത്തെ ദിസനായകയിൽ നമ്മൾ പുലർത്തുന്ന ഒരു പ്രതീക്ഷ ബുദ്ധന്റെ മാർഗമാണ് വിപ്ലവ മാർഗം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അത് സമാധാന മാർഗമാണെന്ന് അദ്ദേഹം പറയുന്നു. അതായത് അഹിംസാത്മകമായ വിപ്ലവത്തിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ജനങ്ങളുടെ കരുത്തിൽ, ജനാധിപത്യത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. അത് പരിപൂർണമായിട്ടും അവിടെ നടപ്പാക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കാൻ വന്നത് മാഷേ, ഈ ചൈനയുടെ ഈ ഒരു കരാളഹസ്തം, ഒരു നീരാളിപ്പിടുത്തം ശ്രീലങ്കയ്ക്ക് മേളിലുണ്ട്. ഇത് അവരെങ്ങനെ മറികടക്കാനാണ് സാധ്യത? ഇടയ്ക്ക് നമ്മൾ ചില സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇന്ത്യ, നരേന്ദ്രമോദി ചില സഹായങ്ങളൊക്കെ, പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് ഒരു പത്രപ്രവർത്തകൻ, നമ്മുടെ മംഗളത്തിലെ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം, നമ്മുടെ പ്രസന്നൻ ചേട്ടൻ, അദ്ദേഹം പറഞ്ഞു, ഈ മോദി അമേരിക്കയുടെ നിന്ന് 10 പൈസ പലിശയ്ക്ക് കടം വാങ്ങിക്കും, IMF-ൽ നിന്ന് കടമെടുക്കും, എന്നിട്ട് ഇപ്പുറത്ത് 25 പൈസ പലിശയ്ക്ക് ശ്രീലങ്കയ്ക്ക് കടം കൊടുക്കും, മാലിദ്വീപിന് കടം കൊടുക്കും എന്നൊരു തമാശ പറഞ്ഞിരുന്നു. അത് ഒരു തമാശയാണ്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അവരെ സാമ്പത്തികമായിട്ടൊക്കെ ചില സഹായങ്ങൾ ചെയ്തിരുന്നു, നന്നായി സഹായിച്ചിരുന്നു. ശ്രീലങ്കയ്ക്ക് സത്യത്തിൽ ശ്രീലങ്കക്കാർ ഇന്ത്യയെ സ്നേഹിക്കുകയും ഇന്ത്യയോടുള്ള ബന്ധത്തിൽ നിന്ന് കൈപൊള്ളുകയും ചെയ്തവരാണ്. പഴയ ഓർമ്മയുണ്ടല്ലോ, അവിടെ കലാപം, തമിഴ് വംശക്കാരും സിംഹള തീവ്രവാദികളും തമ്മിൽ കലാപം കൊടുമ്പിരിക്കേണ്ട കാലത്ത് സമാധാനത്തിന് നമ്മളൊരു പട്ടാളത്തെ അയച്ചു കൊടുത്തു. അത് തമിഴ് തീവ്രവാദികൾക്കും ബോധ്യപ്പെടാത്തതിൻ്റെയോ മനസ്സിലാവാത്തതിൻ്റെയോ പേരിലാണ് പീസ് കീപ്പിംഗ് ഫോഴ്സ്, രാജീവ് ഗാന്ധി അയച്ചു കൊടുത്താണ്. പീസ് കീപ്പിംഗ് ഫോഴ്സിന് വലിയ തിരിച്ചടി ഉണ്ടായി. ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ ആളിക്കത്തി. തമിഴന്മാരാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയെ വെറുത്തത്. അതുകൊണ്ടാണല്ലോ തമിഴ് തീവ്രവാദികൾ രാജീവ് ഗാന്ധിയുടെ ജീവൻ തന്നെ എടുത്തത്. അതുമുതൽ
ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം തന്നെ ഏതാണ്ട് മുറിഞ്ഞു പോയി. അതെ, മുറിഞ്ഞു പോയി. ഇപ്പോൾ ഒടുവിൽ നരേന്ദ്രമോദി വന്നപ്പോൾ ചെയ്തത് എന്താ വെച്ചാൽ ചൈനയുടെ കടക്കണിയിൽപ്പെട്ട് ഒരു രാജ്യം സ്വയം ഇല്ലാതായപ്പോൾ, വലിയ അരാജകത്വത്തിലേക്ക് പോയപ്പോൾ വലിയ സഹായവുമായിട്ട് ഇന്ത്യ ചെന്നു. നരേന്ദ്രമോദിയുടെ അല്ല, അവിടെ റേഷൻ വിതരണം പോലും നമ്മുടെ സഹായം കൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് അന്നത്തെ വാർത്തകൾ വന്നിരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഈ ദിസനായകെ അതുകൂടി പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷ, ഞങ്ങൾക്ക് ഒരേ സമയം ചൈനയെ നേരിടുകയും വേണം, ഞങ്ങൾക്ക് അതിജീവിക്കുകയും വേണം. രണ്ട് കാര്യങ്ങളും വളരെ നിർണായകമാണ്. എൻ്റെ മുമ്പിലുള്ള, എന്നെ ജനങ്ങളെ ഏൽപ്പിച്ച വലിയ പ്രതീക്ഷയാണല്ലോ ഈ വലിയ ഭൂരിപക്ഷം. ആ പ്രതീക്ഷയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ ഞങ്ങൾക്ക് ഇന്ത്യയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയോട് വെറുപ്പില്ലാത്ത, ഇന്ത്യയുടെ സഹകരണവും സൗഹൃദവും പ്രതീക്ഷിക്കുന്ന സഹകരണവും സൗഹൃദവും പ്രതീക്ഷിക്കുന്ന ഭരണമാറ്റമാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും മനസ്സും. അല്ല, അത് ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് പറയാം മാഷേ, അത് ചുവന്നാണെങ്കിലും അല്ലെങ്കിലും, ചുവപ്പാണെങ്കിലും അല്ല എങ്കിലും നമ്മളുമായിട്ട് സഹകരിക്കുന്നു. ഇപ്പം നമുക്ക് പറയാമല്ലോ, മാലിദ്വീപ് പച്ചയാണ്, മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് പച്ചയാണെന്ന് പറയാം. പക്ഷെ മാലിദ്വീപ് ഇന്നിപ്പം പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നമ്മളുമായിട്ട് നല്ല സഹകരണത്തിലാണ്. അതൊരു ആരോഗ്യകരമായ നീക്കമാണ്. അത് നമുക്കും അവർക്കും ഒരുപോലെ ഗുണം ചെയ്യും. അതുപോലെ ശ്രീലങ്കയിലും ഒരു ആരോഗ്യകരമായ മാറ്റം വരട്ടെ, ഒരു എന്താ പറയുക, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു നയം ശ്രീലങ്കയിലും വരട്ടെ. നമ്മളുമായിട്ട്, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന, ഈ വാജ്പേയി പണ്ട് പറഞ്ഞല്ലോ, അകലെ കിടക്കുന്ന ബന്ധുവിനേക്കാൾ അയലത്ത് കിടക്കുന്ന ശത്രുവാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെയും ശ്രീലങ്ക നമുക്ക് ചുവപ്പാണെങ്കിലും അല്ലെങ്കിലും നമ്മളുമായിട്ട് സഹകരണവും സൗഹൃദവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. അത് നമുക്കും അവർക്കും ഒരുപോലെ ഗുണകരമാകട്ടെ എന്ന് കരുതാം. തീർച്ചയായിട്ടും. സന്തോഷം.